എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര കോന്നിയിലുള്ള അടവി എക്കോ ടൂറിസത്തിലേക്കാണ്. അവിടുത്തെ കൊട്ടവഞ്ചി സവാരി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇങ്ങോട്ടുള്ള വഴി നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരു കുണ്ടോ കുഴിയോ ഗട്ടറോ ഒന്നും ഇല്ലാത്ത നല്ല സൂപ്പർ വഴിയാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും നല്ല തേക്കിൻ്റെ മരവും റബ്ബറിൻ്റെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇടയിലൂടെ രാവിലത്തെ സൂര്യൻ്റെ കിരണങ്ങൾ ഒലിച്ചിറങ്ങി വരുന്നതിൽ ഇതിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. എനിക്ക് പേഴ്സണലി ഇങ്ങനെയുള്ള യാത്രകൾ വളരെ ഇഷ്ടമാണ്. നമ്മളുടെ ഈ കാടുകളിലൂടെയും കാടുകളുടെ നടുവിലൂടെ ഉള്ള യാത്ര അതിമനോഹരമാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് കിട്ടിയാൽ അത് വലിയൊരു സമ്മാനമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഈ വളവുകളും തിരിവുകളുമുള്ള ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും വൺസ് ഇൻ എ ടൈം ഇങ്ങനെ ഒരു കാട്ടിലൂടെയുള്ള യാത്ര ഒന്ന് ട്രാവൽ ചെയ്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധയിൽ ഒരു ബോർഡ് പെട്ടത് ആരുണികം എക്കോ കഫേ എന്ന്. എന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാവാം എന്നുള്ള യാത്ര എന്ന് വിചാരിച്ച് നമ്മളുടെ കാർ ആരുണികം എക്കോ കഫേയിലോട്ട് നീങ്ങുകയാണ്. നമ്മളവിടെ വഴിയിൽ നിന്നും മാറ്റി കാറ് പാർക്ക് ചെയ്ത ശേഷം എല്ലാവരും പുറത്തിറങ്ങി വനഭൂമിയിൽ ഇവിടുത്തെ ഹരിതാപവും പച്ചപ്പൊക്കെ ആസ്വദിച്ച് നമ്മൾ ആരുണ്യം എക്കോ കഫേയിലോട്ട് നീങ്ങി. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്കാണ് പ്രഭാത ഭക്ഷണം അവർ തയ്യാറാക്കുന്നതേ ഉള്ളൂ എന്നറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ പ്രഭാത ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്രതീക്ഷ അവിടെ അസ്തമിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇനി അടുത്ത കഫേ തപ്പി പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചേക്കുന്നത്. രാത്രിയിൽ വന്യമൃഗങ്ങളും മറ്റും ഇതിലേക്കൂടെ സഞ്ചരിക്കുന്നതിനാൽ അവരിൽ നിന്നും ആരുണ്യ കഫേ സംരക്ഷിക്കാനായിട്ടാണ് അവിടെ ഈ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടിയിരിക്കുന്നത് അവർ പറയാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെയും ജനങ്ങൾക്ക് ഇരുന്ന് പ്രകൃതിദത്തമായ രീതിയിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ഇതൊരു കൊട്ടവഞ്ചി തന്നെയാണ് മേൽക്കൂരയായിട്ട് വെച്ചിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസാണ്. അകത്തിരുന്ന് കഴിക്കേണ്ടവർക്ക് ഹോട്ടലിനകത്തിരുന്ന് കഴിക്കാം, അതുപോലെ പുറത്തിരുന്ന് കഴിക്കേണ്ടവർക്കും അവരവിടെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും സമയം കളയണ്ട, ഇനി നമ്മുടെ എക്കോ ടൂറിസത്തിലോട്ട് നീങ്ങാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് വരുമ്പോഴാണ് അതാ വരുന്ന അവിടെ നിന്ന് ബ്ലൂ ഹിൽ എന്ന പ്രൈവറ്റ് ബസ്. ഞങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുത്തിയത് ഈ കാടിനുള്ളിലൂടെ ബസ് റേസ് ഉണ്ടായിരിക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ അതിലെയും പ്രൈവറ്റ് ബസ് ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. ആ ബസ് അങ്ങോട്ട് പോയതും അതിൻ്റെ പിന്നാലെ അത് വേറൊരു പ്ലേസിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അടവി എക്കോ ടൂറിസം അല്ലെങ്കിൽ ആരുണ്യ കഫേയിലേക്കൊക്കെ വരുന്നവർക്ക് ബസ്സിൽ വേണമെങ്കിൽ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര ഞങ്ങൾ തുടരുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഇനി അടവി എക്കോ ടൂറിസമാണ്. അങ്ങനെ അടവി ലക്ഷ്യമാക്കി യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ഇടതുവശത്ത് നിന്ന് നദി ഒഴുകി പോകുന്നതിൻ്റെയും വെള്ളം ഇരച്ചേരുന്നതിൻ്റെയൊക്കെ സൗണ്ട് നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾക്ക് മനസ്സിലായി ഏകദേശം അടവി എക്കോ ടൂറിസം എത്താറായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി എക്കോ ടൂറിസത്തിൽ എത്തിയിട്ടുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ ഇവിടെ അടവി എക്കോ ടൂറിസത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നത് കാണാം. ആ സ്റ്റാച്ചുവിൽ ഒരു കുട്ടിയാന ഇരുന്ന് കൊട്ടവഞ്ചി തൊഴിയുന്നതും അതുപോലെ മരത്തിൽ കുരങ്ങിരിക്കുന്നതൊക്കെ ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് തന്നെ നമുക്ക് കാണാം. അവിടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകളും
അതുപോലെ ചെറുതും മറ്റനവധി സൈസിലുള്ള വണ്ടികളും അതോടൊപ്പം നമ്മുടെ ഉല്ലാസയാത്ര നടത്തുന്ന KSRTCയുടെ കുട്ടികളുടെ വണ്ടി കയറി വരുന്നത് കാണാൻ സാധിച്ചു. ബസ്സിൽ ഉല്ലാസയാത്രയ്ക്ക് വന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ രാവിലെ ഏകദേശം 7:30 ആയപ്പോൾ എത്തിയതാണ്. കുട്ടവഞ്ചി സഫാരി എല്ലാം കഴിഞ്ഞ് അവരിനി ഇവിടുന്ന് ജബി ലക്ഷ്യമാക്കി അവരുടെ യാത്ര തുടർന്നു. നമ്മളതുപോലെ കുട്ടവഞ്ചി ലക്ഷ്യമാക്കി നമ്മളും നീങ്ങുകയാണ്. ഇപ്പോൾ ഒരു കുട്ടവഞ്ചിക്ക് 600 രൂപയാണ് അവർ ഈടാക്കുന്നത്. പല വീഡിയോകളിൽ കണ്ടതിൽ 500-ഉം അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു കുട്ടവഞ്ചിയിൽ 4 പേർക്കുള്ളതിൽ 600 രൂപയാണ്. അതുപോലെ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഇവിടെ കാണുന്നതാണ് വനശ്രീ കഫേ. ഇവിടെയും ലഘുഭക്ഷണങ്ങളും ഉച്ചയ്ക്കുള്ള ഊണും മറ്റ് ചെറുകടികളും പാനീയങ്ങളും എല്ലാം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ 600 രൂപയുടെ ടിക്കറ്റ് ഇതാണ്. നമ്മളിന്ന് നമ്മുടെ കുട്ടവഞ്ചി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. നമ്മളുടെ ഈ ടിക്കറ്റിലെ നമ്പർ അനുസരിച്ചാണ് നമ്മൾക്ക് കുട്ടവഞ്ചി അവർ നമ്മളെ കയറ്റുന്നത്. അപ്പം നമ്മുടെ നമ്പറിലാക്കി നമ്മളും അവിടുത്തെ പോയിന്റിലോട്ട് നീങ്ങുകയാണ്. അങ്ങനെ കുട്ടവഞ്ചിയിൽ കയറി നമ്മളുടെ ട്രെയിനെത്തി കുട്ടവഞ്ചിയിൽ കയറി നമ്മുടെ യാത്ര തുടരുന്നു. നമ്മൾ കയറുന്ന ഇവിടെ വലിയ ആഴത്തിൽ വെള്ളമില്ലെങ്കിലും ഉള്ളിലോട്ട് ചെല്ലുമ്പം ആഴം കൂടുമെന്നാണ് നമ്മളുടെ ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ കുട്ടവഞ്ചിയുടെ സാരഥി വർഗീസ് അച്ചായനാണ്. ഞങ്ങൾ പേര് ചോദിച്ചപ്പോൾ വർഗീസ് എന്നാണ് പറഞ്ഞത്. വർഗീസ് അച്ചായനാണ്. വർഗീസ് അച്ചായൻ ഈ കുട്ടവഞ്ചി സവാരി ഇവിടെ തുടങ്ങിയ നാൾ മുതൽ ഇവിടെ ജോലി ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. ഇരുപത് ഇല്ലല്ലേ? 300 ഇല്ലല്ലേ? കുട്ടവഞ്ചി സവാരിയുടെ ഏകദേശം ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ കൊണ്ടുപോയി നദിയുടെ നടുക്കായിട്ട് നിർത്തിയിട്ട് അവർ കുട്ടവഞ്ചി വട്ടത്തിൽ കറക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അത്. വെള്ളമൊക്കെ തെറിപ്പിച്ചുകൊണ്ട് വട്ടത്തിൽ കറക്കും. ഒരു 3-4 വട്ടം കറങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല സ്പീഡിലായിരുന്നു നമ്മുടെ തലയൊക്കെ കറങ്ങാനായിട്ട് തുടങ്ങും. അപ്പം നമ്മളുടെ ആ സെക്ഷൻ ആവുന്നേ ഉള്ളൂ. നമ്മൾ മുമ്പേ പോയവരെ കുട്ടവഞ്ചിയിൽ കറക്കുന്നതാണ് മുമ്പേ കണ്ടത്. നമ്മുടെ വർഗീസ് അച്ചായനെ കാണിച്ചില്ലെങ്കിൽ മോശമല്ല. ഇതാണ് നമ്മൾ പറഞ്ഞ വർഗീസ് അച്ചായൻ. നല്ല അടിപൊളിയാണ് കേട്ടോ വർഗീസ് അച്ചായൻ്റെ കൂടെ കുട്ടവഞ്ചിയിൽ റൈഡ് പോകുന്നത്. വർഗീസ് അച്ചായൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കഴിഞ്ഞ റൈഡിന് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ പോയപ്പോൾ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും സാധനത്തിനെ സ്പോട്ട് ചെയ്തോ, അതുപോലെ ആൾക്കാർ വരുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്ലാസ്റ്റിക്കോ മറ്റ് സാധനങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയരുതെന്ന്. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് കിടക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാം. അപ്പോൾ അത് മേളിലുള്ള കരയിൽ നിന്ന് ആൾക്കാർ തോട്ടിലോട്ടും നദിയിലോട്ടും വലിച്ചെറിഞ്ഞ് അത് ഒഴുകി വരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീസ് അച്ചായൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ വിനോദ കേന്ദ്രങ്ങളൊക്കെ മലിനമാകാതെ കാക്കേണ്ടത് നമ്മുടെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ഈ വീഡിയോയിലും അതൊന്നുകൂടെ പറയുകയാണ്. നമ്മളുടെ നാടിനെയും നമ്മുടെ പ്രകൃതിയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളൊന്നും വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലൊന്നും നമ്മൾ വലിച്ചെറിഞ്ഞ് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക.
നമുക്ക് യോഗമില്ല, നമുക്കല്ലെങ്കിൽ സ്പോട്ടിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുകയും അതാ വർഗീസച്ചായ നമ്മളോട് പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങൾക്ക് ലക്കില്ല എന്ന്? നിങ്ങൾക്ക് ലക്കുണ്ട്. ആണ് നിങ്ങൾക്ക് അവിടെ മേളിൽ ഒരു മലയാളാനിരുന്ന് അതിൻ്റെ പച്ചക്കൊമ്പ് കൊണ്ട് കടിച്ച് തിന്നുന്നതോ പല്ല് തേക്കുന്ന എന്തോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം വർഗീസച്ചാൻ പറയുന്നത് വടക്കേ ഇന്ത്യക്കാർ വേപ്പിലയുടെ കമ്പും മാവ് കമ്പും കൊണ്ട് പല്ല് തേക്കുന്ന പോലെ അണ്ണാന് രാവിലെ ഇരുന്ന് പല്ല് തേക്കുന്നതോ കടിച്ച് തിന്നുന്നതാണ്ട് കാണാമെന്ന്. അതാ പോകുന്നു മലയാളായി. ഇതാണ് സുഹൃത്തുക്കളെ മുമ്പ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളെല്ലാം വന്ന് ഇതിൻ്റെ സൈഡിലൂടെ അടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ സൈഡിൽ എന്തോരം പ്ലാസ്റ്റിക് കുപ്പികളാണ് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെയും നമ്മുടെ കൊട്ടവണ്ടിയിൽ കിടക്കുകയാണ്. എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. തിരിച്ചൊന്നാടെ അന്നേരം പഴയ പത്രം ഉണ്ട്. സൂപ്പറാണ്. ഇനി ഒന്നോടെ കറക്കണോ? അങ്ങോട്ട് കിടക്കുമല്ലോ ശബരിമല പോലെ. അത് ശബരിമല തന്നെയാണ്. ഇത് അച്ചക്കും ശരി. ഇത് തമിഴ്നാട് ബോർഡറായി കിടക്കുന്നത്. തെന്മല, ചെങ്കോട്ട വലിയ കാര്യമാണ്. അതറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്.
അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങി വർഗീസ് ചായനോട് ടാറ്റ പറഞ്ഞ് നമ്മളിന്ന് നേരിട്ട് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ആ സൈഡിൽ സിമൻറ്റ് ചാക്കുകളിൽ മണൽ നിറച്ചിട്ടൊരു ചെക്ക് ഡാം പോലെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അത് വർഗീസ് ചായൻ പറഞ്ഞത് വേനൽക്കാലത്ത് കൊട്ടവഞ്ചി തുഴയാനായിട്ടാണ്. മഴക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളം കൂടുതൽ വന്ന് അത് തന്നെത്താനെ തള്ളിപ്പോകും കുറേയൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കണ്ടോ ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനൊക്കെ ആയിട്ട് ആൾക്കാർ അവിടെ ഒത്തിരി പേര് നിൽക്കുന്നത് കാണാം. ഇവിടെയാണ് നമ്മളുടെ ലൈഫ് ജാക്കറ്റെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ലൈഫ് ജാക്കറ്റ് അടിക്കും. അതുപോലെ ഒത്തിരി ഇരിപ്പിടങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം നല്ല വലിപ്പത്തിലും വണ്ണത്തിലുമുള്ള തേക്ക് നിൽക്കുന്നത്. ഈ തേക്കിനൊക്കെ ഒരുമാതിരി എന്ത് വില വരുമെന്ന് നിങ്ങൾ കമൻറ്റിൽ ലക്ഷങ്ങൾ എന്തായാലും ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതാണ് മുമ്പേ നമ്മൾ പറഞ്ഞ വനശ്രീ കഫേ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോകാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾക്ക് യൂക്കാലി, കുന്തിരിക്ക, ഏലക്ക, ഗ്രാമ്പൂ, കാട്ടുതേൻ അങ്ങനെ ഒട്ടനവധി കാട്ടിലും ഇവിടെ ആയിട്ട് ലഭിക്കുന്ന ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ ഇതാണ് നമ്മുടെ വനശ്രീ കഫേ. അവിടുത്തെ ഇരിപ്പിടങ്ങളും കസേരയും എല്ലാം ബാമ്പു കൊണ്ട് നിർമ്മിച്ചതാണ്. നല്ലൊരു ആംബിയൻസാണ് അതിൻ്റെ അകത്തിരിക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഇവിടെ ഊണുണ്ട്, മീൻകറിയുണ്ട്, ലഘുഭക്ഷണങ്ങളുണ്ട്, ഒട്ടനവധി സാധനങ്ങൾ ലഭിക്കും. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പൂന്തോട്ടത്തിലോട്ടാണ്. ഈ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈവായിട്ട് പൂമ്പാറ്റകൾ പറന്ന് നടക്കുന്നതാണ്. പലയിടത്തും അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പൂമ്പാറ്റകളെ അങ്ങനെ കാണാൻ സാധിക്കാറില്ല. പക്ഷേ ഇവിടെ കണ്ടോ, ഇത് ഒറിജിനൽ പൂമ്പാറ്റയാണ്. ഇഷ്ടംപോലെ പൂമ്പാറ്റ ഇതിൻ്റെ അകത്തോടെ നമ്മളുടെ മുമ്പിലും പുറകിലും മെഴുകളുമായിട്ട് പാറി പറന്ന് നടക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടുത്തെ നടപ്പാത വിരിച്ചിട്ടേക്കുന്നത് അവിടെ ആറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഉരുളങ്കല്ല് അത് വെച്ചിട്ടാണ് ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നടക്കാനായിട്ട്. കൊട്ടവഞ്ചി സവാരിക്ക് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവിടെ ഇവിടെ എവിടെ നമ്മൾ നോക്കിയാലും ഇരിപ്പിടങ്ങളിലല്ല അവിടെ ഇവിടെ ആയിട്ട് നമ്മുടെ കൊട്ടവഞ്ചി കൊണ്ട് തന്നെ മേൽക്കൂര ഉണ്ടാക്കിയേക്കുന്നത് കാണാം. പല ഇരിപ്പിടങ്ങളിലും അതിൻ്റെ എല്ലാം മേൽക്കൂര കൊട്ടവഞ്ചിയും പഴയ കൊട്ടവഞ്ചിയും നല്ല ഉപയോഗശൂന്യമായ കൊട്ടവഞ്ചി കൊണ്ട് തന്നെയാണ് ഇവരത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു ഗേറ്റ് കീപ്പർ. അവൻ ഉറക്കം നടിക്കും. പക്ഷേ ടിക്കറ്റ് എടുക്കാതെ ആരെങ്കിലും പോയാൽ അവൻ പുറകെ വന്ന് കാലെ പിടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാതെ അകത്ത് കിടക്കാമെന്ന് വിചാരിക്കുന്നത് സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചി സവാരിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. മർമല വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് പോകുന്നത്. അവിടുന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ലെഫ്റ്റ് എടുക്കുക. അവിടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ഇതിൻ്റെ ഇവിടെ ചെല്ലുമ്പോൾ വഴി പോലെ രണ്ടായിട്ട് റോഡ് തിരിയുന്നുണ്ട്. ആ റൂട്ടിലൂടെ വീണ്ടും ലെഫ്റ്റ് എടുത്ത് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു കുരിശടി വരും. ആ കുരിശുപള്ളിയുടെ അവിടെ നിന്നും നേരെ ലെഫ്റ്റ് താഴേക്കുള്ള വഴിയെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു പള്ളി വരും. ആ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് മുമ്പിലായിട്ട് റൈറ്റ് സൈഡിലാണ് ഈ പറയുന്ന വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. ഇതാണ് മുമ്പേ ഞാൻ പറഞ്ഞ ആ പള്ളി. ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അങ്ങ് ദൂരെ നിന്ന് തന്നെ വെള്ളം ഒഴുകി വരുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല പാല് പോലത്തെ വെള്ളമാണ് ഒഴുകി വരുന്നത്. അത്ര ഹൈറ്റിൽ നിന്നാണ് വെള്ളം അവിടെ നിന്ന് ഒഴുകി വരുന്നത്. അപ്പോൾ ഇവിടെ വലതുവശത്ത് കാണുന്ന വെള്ളത്തിൻ്റെ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് സാധിക്കുകയില്ല. നമുക്ക് അവിടെ നിന്ന് വണ്ടി മാറ്റി ഇട്ടിട്ട് വേണം വെള്ളത്തിൽ ചാടുന്നവർ ചാടാനായിട്ട് വേണം. അല്ലെങ്കിൽ അതൊക്കെ പോയി വണ്ടി മാറ്റിയിടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. ഒത്തിരി ആൾക്കാരുണ്ട് വെള്ളത്തിൽ ചാടാനായിട്ട് വന്നിരിക്കുന്നത്. വളരെ പ്രത്യേകിച്ച് സന്ദർശിക്കുന്ന ഇങ്ങോട്ട് വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് വീഡിയോ എടുക്കണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവിടെ ആൾക്കാർ ആ കുഴിയിൽ കുളിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. നമ്മുടെ പ്രൈവസി മേടിച്ച് ഇവിടെ നിന്നോട് സൂം ചെയ്ത് വീഡിയോ എടുത്താണ്. അതാണ് ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്, ക്ലിയറല്ല.
അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.